ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോവാം, അത് ഫ്രീ ആയിട്ട് അല്ലേ? അത് കഴിച്ചിട്ടാ മോനെ ഞാൻ റെയിൽവേയിൽ പോയി കിടക്കണേ. എനിക്ക് വേറെ ആരുമില്ല. ഇവിടുന്ന് ഈ ഭക്ഷണം തരുന്നത് തന്നെ നമുക്ക് ദൈവത്തിനോട് സ്തുതി പറയണം. ഫ്രീ ആയിട്ട് സൗജന്യം. തൃശ്ശൂർ വന്ന ആരും ഇനി പട്ടിണി എടുക്കാൻ പാടില്ല ഇല്ലേടാ? ചേട്ടന്റെ പേരെന്താണ്? റിയാസ്. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാ. പേരെന്തായാലും ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. എന്റെ പേര് സുനിൽ. ഓക്കെ, ഞാൻ ഇപ്പൊ തൃശ്ശൂർ എവിടെ കറക്റ്റാണ് നിൽക്കുന്നത്? ഇത് നമ്മളെ ശക്തൻ ബസ് സ്റ്റാൻഡ്, അതായത് തൃശ്ശൂരിന്റെ സെന്റർ ആണ് ശരിക്കും ശക്തൻ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സൗജന്യമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഓക്കെ, ഇത് എത്ര നാളെ തുടങ്ങിയിട്ട്? ഏകദേശം ഒന്നര കൊല്ലം ആയി. ഒന്നര കൊല്ലമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ആശയത്തോട്ട് വരാനുള്ള കാരണം എന്താണ്? തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ നമ്മളെ ലയൺസ് ക്ലബും കൂടി മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, യോജിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ആണല്ലേ? എന്റെ പൊന്നെ, 500 പേർക്ക് ഡെയിലി ആഹാരം കൊടുക്കുന്ന എത്ര ചെലവ് തന്നെയായി. അത് കോർപ്പറേഷനും ലയൺസ് ക്ലബിന്റെ